നിരവധി കുരുന്നുകൾക്ക് പുതുജീവനേക്ക് കടന്നുപോയ 10 മാസം പ്രായമായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. മല്ലപ്പള്ളിയിലെ വീട്ടിൽ 3 മണിവരെയാണ് പൊതുദർശനമുള്ളത്. 3:30 ഔദ്യോഗിക ബഹുമതികളോടെ നെടുങ്ങാടപ്പള്ളി CSI ദേവാലയത്തിലാണ് സംസ്കാരം നടക്കുക. പത്തനംതിട്ട SP നേതൃത്വത്തിൽ ഔദ്യോഗിക പോലീസ് ബഹുമതികൾ നൽകുന്നുണ്ട്. വിശദാംശങ്ങളുമായി അവിടുത്തെ മല്ലപ്പള്ളിയിലെ വീട്ടിൽ നിന്ന് അബ്ദുൾ റഹീമാണ് ചേരുന്നത്. റഹീമ, സംസ്കാര ശുശ്രൂഷകളുടെ വീട്ടിലെ ഘട്ടം ആരംഭിച്ചിട്ടുണ്ടോ? എന്താണ് നിലവിലത്തെ സാഹചര്യം? എപ്പോഴേക്കുമാണ് മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോവുക? സംഗീത നേരത്തെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 2 മണിവരെയാണ് ഈ മല്ലപ്പള്ളിയിലെ വീട്ടിൽ പൊതുദർശനം പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ സ്ഥിതി അങ്ങനെയല്ല. കാരണം നിരവധി ആളുകൾ ഇപ്പോഴും ആ കുഞ്ഞിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണ്ടും ഈ പൊതുദർശനം നീണ്ടുപോവുകയാണ്. വലിയൊരു നീണ്ട ക്യൂ തന്നെ അവിടെ ഉണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ഈ കുട്ടി ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത, അതിന് നേരത്തെ മുൻപരിചയമില്ലാത്ത ആളുകളാണ് ഈ കുട്ടിയെ ഒരു നോക്ക് കാണാനായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ജില്ലയ്ക്കകത്തും പുറത്തു നിന്നുമുള്ള നിരവധി ആളുകളാണ് ഈ കുട്ടിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഈ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറിയിരിക്കുകയാണ് ആലിൻ ഷെറിൻ എബ്രഹാം എന്ന ഈ 10 മാസം മാത്രം പ്രായമുള്ള ആ കുരുന്ന്. ഇന്ന് ഉച്ചയ്ക്ക് വൈകുന്നേരത്തോടെ ഒരു 3:30 മണിയോടുകൂടിയാണ് മല്ലപ്പള്ളിയിലെ CSI പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. നേരത്തെ മന്ത്രിമാരായിട്ടുള്ള ആളുകൾ, അതായത് മന്ത്രി സജി ചെറിയാൻ, അതോടൊപ്പം തന്നെ VN വാസവൻ, കൂടാതെ റോഷി അഗസ്റ്റിൻ, കൂടാതെ പത്തനംതിട്ട ജില്ലാ കളക്ടർ, SP, അങ്ങനെ നിരവധി ആളുകൾ ആ കുട്ടിക്ക് അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാൻ ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഇപ്പോഴും നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഈ കുട്ടിയുടെ, അതായത് ആലിൻ ഷെറിൻ്റെ വൃക്ക സ്വീകരിച്ച തിരുവനന്തപുരത്തുകാരി ശ്രേയ, ആ കുഞ്ഞിൻ്റെ മുത്തശ്ശനടക്കമുള്ള ആളുകൾ ഇവിടെ എത്തുകയും ആ കുഞ്ഞിനെ അവസാനമായി ഒരു നോക്ക് കാണുകയും ചെയ്തിരുന്നു. ആ കുട്ടിയുടെ, അതായത് ആലിൻ ഷെറിൻ്റെ മുത്തശ്ശനെ അടക്കം കണ്ട് അവരുടെ ആ ഒരു ദുഃഖത്തിൽ അദ്ദേഹം പങ്കുചേരുകയും ചെയ്തിരുന്നു. അങ്ങനെ നിരവധി ആളുകൾ ഇപ്പോഴും ഈ ഒരു മല്ലപ്പള്ളിയിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ അങ്ങനെ വൈകുന്നേരത്തോടു കൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. പള്ളിയിൽ അന്തിമ ശുശ്രൂഷ കർമ്മങ്ങൾ നടത്തിയതിനു ശേഷം വൈകിട്ട് 3:30 തന്നെ സംസ്കാരം നടത്തുമെന്നുള്ളതാണ് ഇതുവരെ നമുക്കറിയാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ സമയത്തിൻ്റെ കാര്യത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു മാറ്റം ചിലപ്പോൾ വന്നേക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നിരവധി ആളുകൾ ഒക്കെ എത്തിയിട്ടുണ്ട്. ചേട്ടാ, ഈ കുഞ്ഞിൻ്റെ വിയോഗം അത് ആ രീതിയിൽ തന്നെ എല്ലാവരെയും വലിയ രീതിയിൽ തന്നെ സങ്കടക്കടലിൽ ആഴ്ത്തിയിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്ന ഈ വലിയ ജനക്കൂട്ടം. രാവിലെയൊക്കെ വന്ന ആളുകൾ ഇപ്പോഴും ഈ വീട്ടിൽ തന്നെ തുടരുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ശ്രേയയുടെ മുത്തശ്ശൻ നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, വലിയൊരു ദുഃഖമാണ്, നമുക്കറിയാം. ഇപ്പോൾ അവരെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. സംസാരിച്ചിരുന്നോ? അപ്പൂപ്പൻ്റെ കൂടെ സംസാരിച്ചു. എന്താണ് അവർ പറഞ്ഞത്? സംസാരിച്ചു? ഒരു നന്ദി വാക്ക് പറഞ്ഞു അവരോട്. അവർക്ക് സംസാരിക്കാനുള്ള ആ ഒരു മൂഡിലല്ല, എങ്കിലും ഞാൻ ഒരു നന്ദി വാക്ക് പറഞ്ഞു. എങ്കിലും അവർ പിന്നെ മറ്റുള്ളവർ ഇതിൽ നോക്കിയില്ല. നമ്മൾ ആ അപ്പൂപ്പൻ്റെ കൂടെ ചെന്നൊരു നന്ദി വാക്ക് പറഞ്ഞു. കുട്ടിയുടെ അച്ഛനെയും അമ്മയും പിന്നെ സംസാരിക്കണമെന്നുണ്ട്. അവർ വളരെ സങ്കടത്തിയിരിക്കുന്നവരല്ലേ. അത് നമ്മൾ സംസാരിക്കും, നമ്മൾ വരും, നമ്മൾ വന്ന് കുഞ്ഞ് ആശുപത്രിയിൽ നിന്നിട്ട് അവരെ വന്ന് കണ്ടിട്ടേ ഇനി ബാക്കി കാര്യം നമുക്ക്. ആലിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു ധീരമായ തീരുമാനം കൊണ്ട് ഒരു കുരുന്ന് ജീവൻ കൂടിയെന്ന് നമുക്ക് പറയാം. പക്ഷെ അവർക്ക് വളരെ സങ്കടമല്ലേ ഇത്. ഞാനൊരപ്പൂപ്പനാണ്, എനിക്കും കുഞ്ഞുങ്ങളോട് ജീവനാണ്. അപ്പോൾ ആ ജീവൻ അതേപോലെ അവർക്കും ആ സങ്കടമില്ലേ. അല്ല, ആ സങ്കടത്തിൽ മൊത്തം നമ്മൾ പങ്കുചേരുന്നു. ശ്രേയയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? എന്താണ് സ്ഥിതി? സുഖമായിട്ട് കിടപ്പുണ്ട്. ഡോക്ടറൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്.
ഏതായാലും ശ്രേയയുടെ, അതായത് ഈ ആലിൻ ഷെറിൻ്റെ വൃക്ക സ്വീകരിച്ച ശ്രേയയുടെ മുത്തച്ഛൻ ചന്ദ്രൻ, അദ്ദേഹം ഇന്ന് രാവിലെയോടുകൂടി അവിടെ നിന്ന് പുറപ്പെട്ടതാണ്. ഉച്ചയോടുകൂടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. അദ്ദേഹം കുഞ്ഞിനെ കണ്ടു, അന്തിമോപചാരം അർപ്പിച്ചു, കുട്ടിയുടെ മുത്തച്ഛനുമായി സംസാരിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, ഒന്നും പറയാൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയാണ് ഈ വീട്ടിലുള്ളത്. ഇപ്പോൾ അല്പസമയത്തിനകം മൃതദേഹം അന്തിമ ശുശ്രൂഷകൾക്കായി പള്ളിയിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ വാഹനം ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നു. ഇനി എനിക്ക് മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഏകദേശം ഒരു 3 മണിയോടുകൂടി തന്നെ ഇവിടെ നിന്ന് മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. അവിടെ വെച്ചായിരിക്കും ഔദ്യോഗിക ബഹുമതി അടക്കമുള്ള കാര്യങ്ങൾ നൽകുക. പത്തനംതിട്ട എസ്.പിയുടെ നേതൃത്വത്തിലടക്കമാണ് ഈ ഒരു ഔദ്യോഗിക ബഹുമതി ഉണ്ടാവുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ നാളെ ഒരുപക്ഷെ കോട്ടയത്തെത്തുന്ന മുഖ്യമന്ത്രി ആലിൻ ഷെറിൻ്റെ വീട്ടിലേക്ക് എത്തിയേക്കും എന്ന സൂചനകളുണ്ട്. ഏതായാലും ഇവിടുത്തെ സാഹചര്യം വളരെ സങ്കടകരമായ കാഴ്ചകളാണ്. തീർച്ചയായും റഹീം, അതീവ സങ്കടകരമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആ നാട് ഒന്നാകെ കടന്നു പോകുന്നത്.